ഹലോ ഫ്രണ്ട്സ്, നല്ല കൊഴുത്ത ഗ്രേവിയോട് കൂടിയ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ലതേ ഇടിയപ്പം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇടിയപ്പത്തിന് പറ്റിയ നല്ല ഗ്രേവിയോട് കൂടിയ മുട്ടക്കറി നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഈ വീഡിയോ ഒന്ന് കണ്ടാൽ മാത്രം മതി. അരിപ്പൊടി എടുത്തിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് അതിനെ വാട്ടി കുഴച്ച് ഇടിയപ്പത്തിൻ്റെ അച്ചിൽ ഇടിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിനെ സ്റ്റീം ചെയ്ത് റെഡിയാക്കി ഞാനിവിടെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഇടിയപ്പം ഉണ്ടാക്കി. ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ, ഒരു ടീസ്പൂൺ എണ്ണ ചൂടാക്കിയിട്ട് അതിനകത്തോട്ട് ചെറിയ ഉള്ളി, ഒരു 5-6 ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇത് നമുക്ക് ഒരുമാതിരി ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ വഴറ്റി എടുക്കണം. ഇത് ഗ്രേവിക്കുള്ള മസാലയാണ് ഇപ്പോൾ ഫസ്റ്റ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ആ ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്, ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് ഒരു ടൊമാറ്റോയും കൂടെ ഇട്ട് കൊടുക്കാം. ടൊമാറ്റോയും ഒന്ന് വഴന്ന് ഒന്നത് മാഷായി കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് ആറിക്കഴിഞ്ഞിട്ട് ഇതിനെ അരച്ചെടുക്കണം. അതാണ് നമ്മുടെ മുട്ടക്കറിയുടെ ബേസിക് ആയിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള ഗ്രേവി ഉണ്ടാക്കുന്ന മസാല. അപ്പോൾ ഇതിനെ ഒന്ന് ഇപ്പം നിങ്ങൾക്ക് കാണാം, ആ ടൊമാറ്റോയും ഒക്കെ മാഷായി വന്നിട്ടുണ്ട്. ഇതിന് വന്നിട്ട് ഞാൻ അടുപ്പങ്ങ് ഓഫ് ചെയ്തിട്ട് അതൊന്ന് ആറിക്കഴിയുമ്പോൾ നമുക്ക് നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഇതിനെ അരച്ചെടുക്കാം. ആ അരയ്ക്കാനുള്ളത് മാറ്റി കഴിഞ്ഞിട്ട് ആ പാനിൽ തന്നെ ഒരു ടീസ്പൂണും കൂടെ വെളിച്ചെണ്ണ നമുക്ക് ചൂടാക്കി കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് നല്ല പെരുംജീരകം ഇട്ട് പൊട്ടിക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തോട്ട് ഒരു സവാള ചെറുതായിട്ട് ഫൈനായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിനെ ഒരു നല്ല ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ വഴറ്റി. ആ സവാളയൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അതിൻ്റെ ക്വാണ്ടിറ്റി. അതായത് കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി ഇത്രയും ഇട്ടിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയെല്ലാം നന്നായിട്ട് വഴന്നിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ ആ പേസ്റ്റ് നമ്മൾ നേരത്തെ വഴറ്റി അരച്ചെടുത്തുകൊണ്ട് വന്ന പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അതിനെ നന്നായിട്ട് യോജിപ്പിക്കുക. അപ്പം നിങ്ങൾക്ക് കാണാം, ആ അരപ്പൊക്കെ നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ള അരപ്പായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചാറ് പോലെ ഇരിക്കാൻ നല്ല കുറുകിയ ഗ്രേവി വേണമെങ്കിൽ ഈ ഒരു മസാല സ്പെഷ്യൽ ഉണ്ടാക്കിയാൽ മതി. അതിനകത്തോട്ട് ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അതും കൂടെ വഴറ്റി കഴിഞ്ഞിട്ട് നമുക്കതിനകത്ത് തേങ്ങാപ്പാലും മുട്ടയും ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നല്ല ഗ്രേവിയോട് കൂടിയ മുട്ടക്കറി റെഡിയാവും. അപ്പോൾ അരപ്പമൊക്കെ ഒന്ന് ആ സവോളയിലും എല്ലാം കിടന്ന് ഒന്നും കൂടെ വഴന്ന് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തോട്ട് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. അധികം വേണ്ട, കുറച്ച് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് തേങ്ങാപ്പാലിൽ ഇതെല്ലാം കൂടെ മിക്സായി നല്ല കുറുകിയ പരുവാകുമ്പോൾ നമുക്ക് പുഴുങ്ങിയ മുട്ട അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില ഇട്ട് അതിനെ നമുക്ക് ഗാർണിഷ് ചെയ്തെടുത്താൽ ഇടിയപ്പത്തിനും അപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ പറ്റിയ നല്ല മുട്ടക്കറി റെഡിയാവും. അപ്പോൾ എൻ്റെ ചാനലിലും എൻ്റെ റെസിപ്പീസ് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ, ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ലൈക്ക് ബട്ടണും ഷെയർ ബട്ടണും ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ അതേ നമ്മുടെ മുട്ടക്കറിയുടെ ഗ്രേവി എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് കുറച്ച് മല്ലിയില, നല്ല കുഞ്ഞിതായിട്ട് അരിഞ്ഞ മല്ലിയില ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് പുഴുങ്ങി വെച്ച മുട്ടയും കൂടെ ഇട്ട് കൊടുക്കാം അതിനകത്തോട്ട്. അപ്പം രാവിലെയൊക്കെ എളുപ്പം ഇടിയപ്പത്തിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്.